ഇന്ത്യൻ നേവിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കേരളത്തിലായിരിക്കും ഫസ്റ്റ് പോസ്റ്റിംഗ്, അതായത് നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല അക്കാഡമിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ വളരെ മികച്ചൊരു അവസരമാണ്. നിങ്ങൾ +2 കൂടി കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നേവി തന്നെ നോക്കുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വളരെ മികച്ച അവസരമാണ്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. 10+2 ബിടെക് എൻട്രി സ്കീമിലേക്ക്, പെർമനൻറ്റ് കമ്മീഷനിലേക്ക്, അതായത് സ്ഥിര ജോലിയായിരിക്കും നിങ്ങൾക്ക് പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ജൂലൈ 2025 ബാച്ചിലേക്കാണ് ഇന്ത്യൻ നേവിയുടെ പുതിയൊരു അപേക്ഷ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 6 ഡിസംബർ 2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 20 ഡിസംബർ 2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് സമയമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമേരിഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കുമാണ്. നമ്മുടെ കേരളത്തിലേക്കായിരിക്കും നിങ്ങൾ ആദ്യം തന്നെ നിയമിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല അക്കാഡമിയിൽ വെച്ചിട്ടാണ്. നാവൽ അക്കാഡമി, INA കണ്ണൂരിലുള്ള ഇന്ത്യൻ നേവിയുടെ നാവൽ അക്കാഡമിയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത്. അത് കണ്ണൂരാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ കേരളത്തിൽ വെച്ചാണ് നൽകുന്നത്. ബിടെക് എൻട്രി നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 36 വേക്കൻസി ഉണ്ട്. മെൻ ആൻഡ് വുമണിന് വേണ്ടിയിട്ടാണ് അപേക്ഷ വിളിച്ചതെന്ന് പറഞ്ഞു. 7 ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടിയിട്ടാണുള്ളത്. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട കൃത്യമായ പ്രായം എന്ന് പറയുന്നത് ബോൺ ബിറ്റ്വീൻ 2 ജാനുവരി 2006 അതുപോലെ തന്നെ 1 ജൂലൈ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് മാത്രം പോരാ, ഇനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പാസ്ഡ് സീനിയർ സെക്കൻഡറി, അതായത് +2 പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. +2 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വിത്ത് അറ്റ്ലീസ്റ്റ് 70% മാർക്ക് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഏകദേശം 50% മാർക്ക് ഇൻ ഇംഗ്ലീഷിൽ, അത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 ഈ ഇംഗ്ലീഷിലുള്ള മാർക്ക് 10ലോ +2ലോ 50% മതി. പക്ഷേ 70% നിങ്ങൾക്ക് +2 PCM ഉണ്ടായിരിക്കണം. PCM പഠിച്ചിട്ട്, അതായത് സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ബിടെക് എൻട്രി ആണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ്, അതായത് നിങ്ങൾ GMain എക്സാമിനേഷൻ 2024 എഴുതിയവർക്ക് മാത്രമേ, ഫോർ BE ബിടെക്കിന് വേണ്ടി എഴുതിയവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. GMain അപ്പിയർ ചെയ്തിട്ടുണ്ടായാൽ മതി. അതിൻ്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തിയിട്ടുള്ള GMain എക്സാം എഴുതിയവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളെ ഈ GMainൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ +2 എന്തായാലും നല്ല മാർക്കുണ്ട്, 70% നിങ്ങൾ ഇതിനൊക്കെ വാങ്ങിയിട്ടുണ്ട്, PCMനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് GMainൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. SSB ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നവർക്ക് ഡയറക്റ്റ്ലി അടുത്ത ഘട്ടം മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. അപ്ലൈ ചെയ്യേണ്ടത് നേവിൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റ് ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. നല്ല ശമ്പളവും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന പോസ്റ്റാണ്. ആദ്യം തന്നെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ +2 ആണ് ഉണ്ടാകുക. ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ, അതായത് BE ബിടെക്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി, അത് നിങ്ങൾക്ക് അവിടുന്ന് നേവി തന്നെ തരുന്നതായിരിക്കും. നേവിൻ്റെ അണ്ടറിൽ നിങ്ങളത് മുഴുവനായിട്ട് പഠിച്ച് പുറത്തിറങ്ങുന്നതായിരിക്കും. വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി, അതായത് ഒരു കോഴ്സും കൂടി നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാലറി സ്റ്റൈപ്പൻ്റായിട്ട് സാലറി ലഭിക്കുന്നുമുണ്ട്. 56,000 രൂപയുടെ മുകളിലായിരിക്കും ആ ഒരു സാലറി ഉണ്ടാകുക. അങ്ങനെ ധാരാളം അലവൻസ് പറയാനായിട്ടുണ്ട്. എനിവേ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യതയുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട.